Hi all, welcome back to Career Vein Updates. കേരള പി എസ് സി വിവിധ തസ്തികകളോട്ട് വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജനുവരി 29 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 100-ൽ പരം തസ്തികകളാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ 391 തസ്തികകളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 29 വരെ. ഇതിൽ തന്നെ ജനുവരി 1, അതായത് ഇന്ന് അവസാനിക്കുന്നതും, അതേപോലെ തന്നെ 15 അതേപോലെ തന്നെ ലാസ്റ്റ് 29 അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏകദേശം 100-ൽ പരം തസ്തികകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വിളിച്ചുള്ളത്. അപ്പോൾ നേരത്തെ ജനുവരി 1, അതായത് ഇന്നത്തെയും അതേപോലെ തന്നെ 15 വരെയും അവസാനമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തസ്തികകളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വിളിച്ചുള്ള ഏകദേശം 109ഓളം തസ്തികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത സമയത്ത് പുറമേയുള്ള അക്ഷയ സെൻറ്റർ പോലെയുള്ള സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് വൈഡ് തസ്തിക അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഉദ്യോഗാർത്ഥി ആഗ്രഹിച്ച ഡിസ്ട്രിക്റ്റ് അല്ലാതെ വേറൊരു ഡിസ്ട്രിക്റ്റ് കൊടുക്കുകയും അതുവഴി ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് തസ്തികയിലായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മളിവിടെ കാണിച്ചതുപോലെ തന്നെ കാറ്റഗറി നമ്പർ വെച്ച് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ തന്നെ മൊബൈൽ പി എസ് സി, അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ മൊബൈൽ പി എസ് സി ഏറ്റവും അവസാനമായിട്ട് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓട്ടോ കേഴ്സർ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോക്സ് ടിക്ക് ചെയ്യാൻ വേണ്ടി ആ ഓട്ടോ കേഴ്സർ നിങ്ങൾ എനാബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് വൈഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഏത് ജില്ലയാണ് കൊടുക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജില്ല മാറ്റുവാൻ നമുക്ക് സാധിക്കില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ നിലവിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണാം, 391 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. അതിൽ 1 15 അവസാനിക്കുന്ന തസ്തികകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ 69 തസ്തികളാണ് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. അതിൽ 1 അവസാനിക്കുന്ന തസ്തികളെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യാത്തതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ 15 ഫീൽഡ് അസിസ്റ്റൻറ്റ് വരെയാണ് സ്റ്റേറ്റ് വൈഡിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ച തസ്തിക നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമതായിട്ട് മെഡിക്കൽ ഓഫീസർ. അപ്പോൾ സ്വാഭാവികമായിട്ട് മെഡിക്കൽ ഓഫീസർ തസ്തികയിലോട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ മെഡിക്കൽ ഓഫീസർ തസ്തിക നേത്ര ഈ ഒരു കാറ്റഗറിയിൽ, അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് വിളിച്ചിട്ടുള്ളത്. അത് സാലറി നിങ്ങൾ നോക്കേണ്ടത്, അതായത് 55,200 മുതൽ 1,15,300 പ്ലസ് 2,700 സ്പെഷ്യൽ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, ധാരാളം വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് ജസ്റ്റ് നോക്കാം, 19 മുതൽ 41 വരെയാണ്. അപ്പോൾ ഈ ഒരു തസ്തികയിൽ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ MD ആയുർവേദ, അതായത് നേത്ര അല്ലെങ്കിൽ ശലക്യ എന്നുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തിക അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി 506 അഗ്രികൾച്ചറൽ ഓഫീസറാണ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ ഓഫീസർ തസ്തികയിലോട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അതായത് കാറ്റഗറി നമ്പർ 506 55,200 മുതൽ 1,15,300 വരെ സാലറി ലഭിക്കുന്ന തസ്തികയാണ്. ഏജ് ലിമിറ്റ് 20 മുതൽ 37 വരെയാണ്. ക്വാളിഫിക്കേഷൻ അഗ്രികൾച്ചർ, അതായത് BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ജസ്റ്റ് അഗ്രികൾച്ചറിൽ BSc ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന വളരെ ഒരുപാട് വേക്കൻസികളുള്ള തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ BSc അഗ്രികൾച്ചറിലുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള BSc അഗ്രികൾച്ചർ ഓഫീസർ. 506 കാറ്റഗറി നമ്പർ. ഇനി അതേപോലെ അടുത്ത 507 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അതായത് HSST ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ HSSTക്ക് വേണ്ട ആവശ്യമായ ക്വാളിഫിക്കേഷൻ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് സാലറി 55,200 മുതൽ 1,15,300 വരെയാണ് HSST ഫിസിക്സ് തസ്തികയിലോട്ട് ഉള്ള സാലറി. സീനിയർ തസ്തികയാണ്. അപ്പോൾ വേക്കൻസി നിലവിൽ 2 വേക്കൻസികളാണുള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റ് 20 മുതൽ 40 വരെ. ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ PG B.Ed പ്ലസ് സെറ്റ് ആ രീതിയിലാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അതായത് PGയും B.Edഉം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികയാണ്. ഇനി അതേപോലെ അടുത്ത തസ്തിക 508 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ്.
അപ്പോൾ 508 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് ഇതും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. 45,600 മുതൽ 95,600 വരെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ തസ്തികയിലോട്ട് സാലറി ഉണ്ട്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് 31 വയസ്സ് വരെയാണ്, 20 മുതൽ 31 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അതേപോലെ ക്വാളിഫിക്കേഷൻ്റെ കൂടെ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ടായിരിക്കണം. അത് ഹൈറ്റ്, വെയിറ്റ് 167 ഹൈറ്റും അതേപോലെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. പത്തരത്തിൽ ഫിസിക്കലിയും അതേപോലെ ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ശ്രദ്ധിക്കുക, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ തസ്തികയാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തസ്തികയാണ്. അപ്പോൾ ഈ ഒരു തസ്തികയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ മറ്റൊരു തസ്തിക നോക്കാം, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി. അതായത് 2 തസ്തികയുണ്ട്, KCP ഓപ്പൺ മാർക്കറ്റ്, നേരത്തെ ട്രെയിനി. അപ്പോൾ അതും ഇതേ രീതിയിലെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അതായത് ഒന്നാമത് ആംഡ് പോലീസ് ബറ്റാലിയനാണ്, രണ്ടാമത്തെ കേരള സിവിൽ പോലീസിനാണ് വിളിച്ചത്. അപ്പോൾ ഒരേ ക്വാളിഫിക്കേഷനാണ് രണ്ടും സബ് ഇൻസ്പെക്ടർ. അപ്പോൾ എന്തായാലും ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്ക് SI എന്നുള്ള തസ്തികയിലേക്ക് എത്തുവാൻ സാധിക്കുന്ന വളരെ നല്ല ഒരു തസ്തിക തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഡ്രാഫ്റ്റ് മാന് 513 കാറ്റഗറി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ 513 ഡ്രാഫ്റ്റ് മാന് നിലവിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 25,900 മുതൽ 63,700 വരെയാണ് സാലറി. ഒരു വേക്കൻസിയാണുള്ളത്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെ. ക്വാളിഫിക്കേഷൻ ഡ്രാഫ്റ്റിന് വേണ്ടി വേണ്ടത് അത് ജസ്റ്റ് SSLC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള കോഴ്സ്. അതേപോലെ തന്നെ പാസ് ഇൻ 2 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പെയിൻറ്റിംഗ് ആൻഡ് ഡ്രോയിങ്. അപ്പോൾ ഈ SSLCയും അതേപോലെ തന്നെ പെയിൻറ്റിംഗ് ആൻഡ് ഡ്രോയിങ്ങിലുള്ള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തിക തന്നെയാണ്. സാലറി 63,700 വരെയുള്ള സാലറി പാക്കേജ് ലഭിക്കുന്ന തസ്തികയാണ് ഡ്രാഫ്റ്റ് മാൻ. അപ്പോൾ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ 514 ട്രേഡ് മാൻ പോളിമർ ടെക്നോളജിയിൽ. അപ്പോൾ ഈ ട്രേഡ് മാൻ തസ്തികയിലോട്ടുള്ള പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് 26,500 മുതൽ 60,700 വരെയാണ്. 2 വേക്കൻസിയാണുള്ളത്. ഏജ് ലിമിറ്റ് 36 വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ ഇതിൽ വേണ്ടത് ജസ്റ്റ് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്. അപ്പോൾ എന്തായാലും ഈ ട്രേഡിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജസ്റ്റ് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അത് ട്രേഡ് സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്ക് ഈ പറയുന്ന ട്രേഡ് മാൻ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു തസ്തിക നോക്കാം, 515 പംഗർ ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയാണ്. അപ്പോൾ 515. അപ്പോൾ ഈ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അതായത് 2 തസ്തികയാണുള്ളത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡിലാണ് ഈ തസ്തിക, അതായത് ഇൻസ്ട്രക്ടർ തസ്തിക ഉള്ളത്. 2 വേക്കൻസിയിൽ ഏജ് ലിമിറ്റ് 36 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ വേണ്ടി ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡിഗ്രി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഷോയിങ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് അഡ്വാൻസ്ഡ് പാം പ്രൊഡക്ട്സ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു പാം പ്രൊഡക്ട്സ് ടെക്നോളജി കോഴ്സ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സ് തന്നെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഗ്രിയുടെ കൂടെ ഈ ഒരു കോഴ്സ് ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് സിവിൽ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 516 ആണ്. അപ്പോൾ സിവിൽ സബ് എഞ്ചിനീയർ നിലവിൽ ഒരു വേക്കൻസിയാണ്. 19,500 മുതൽ 43,600 വരെ സാലറി ലഭിക്കുന്നതാണ്. 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതേപോലെ തന്നെ ഡിഗ്രി ഹോൾഡേഴ്സ് ആൻഡ് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് സീൽ വർക്ക്സ് ഫോർ പ്രൊജക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന സിവിൽ സബ് എഞ്ചിനീയറിംഗ് തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ 568 കാറ്റഗറി നോക്കാം. അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഓൺകോളജി. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയാണ്, അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഈ രീതിയിൽ മെഡിക്കൽ പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ, ഇതും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഫസർ ലോ കോളേജസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ലോ ലെവലിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതേപോലെ തന്നെ മറ്റൊരു തസ്തികയാണ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ 571 സ്പെഷ്യലിസ്റ്റ് എന്നുള്ള തസ്തിക, അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അതായത് ഒരു വേക്കൻസിയാണുള്ളത്. 56,500 മുതൽ 1,18,100 വരെയാണ് സാലറി. 41 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുന്ന കാര്യം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാനസിക അവാർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അപ്പോൾ അതായത് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് അത് സ്പെഷ്യലിസ്റ്റ് മാനസിക ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ PG ഉണ്ടായിരിക്കണം. അതാണ് ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയാണ്. 573 കാറ്റഗറി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതായത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
എന്തായാലും ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 55,200 മുതൽ 1,10,300 വരെയാണ് സാലറി വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തിക തന്നെയാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ മറ്റു 574 തസ്തിക നോക്കാം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ എന്തായാലും HSST ഒരുപാട് സബ്ജക്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് കൂടാതെ ഇംഗ്ലീഷിൽ HSST, അത് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞത്, അതായത് ഡിഗ്രി പ്ലസ് PG പ്ലസ് BEd പ്ലസ് സെറ്റ് അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ MEd, ഇതാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും സ്റ്റേറ്റ് വൈഡായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ HSST ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ HSST ജൂനിയർ ഇംഗ്ലീഷ്, നേരത്തെ സീനിയറാണ്, അപ്പോൾ ജൂനിയർ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ 2 HSST കൂടി ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തിക. അപ്പോൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ തസ്തിക ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് 39,300 മുതൽ 83,000 വരെ സാലറി ലഭിക്കുന്ന, നിലവിൽ ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസുള്ള തസ്തികയാണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ശ്രദ്ധിക്കുക, എ ഡിഗ്രി ഇൻ എനി ഫാക്കൽറ്റി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ജസ്റ്റ് ഡിഗ്രിയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് ഈ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ തസ്തിക. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട തസ്തികയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ, അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ് മാൻ. നേരത്തെ ഡ്രാഫ്റ്റ് മാൻ നമ്മൾ പറഞ്ഞു. അതുകൂടാതെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഡ്രാഫ്റ്റ് മാൻ വേക്കൻസി ഉണ്ട്. 579 കാറ്റഗറി. അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ് ആണ്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ആരൊക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് ഈ ഒരു തസ്തികയിൽ നിലവിൽ വേക്കൻസി ഒരുപാട് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. 35,400 മുതൽ 79,000 വരെയാണ് സാലറി വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ. അതിൻ്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 44 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു തസ്തികയിലോട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC അല്ലെങ്കിൽ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ വേണ്ട നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി അപ്രോപ്രിയേറ്റ് ട്രേഡ്. അപ്പോൾ ഈ ഒരു ട്രേഡ് സബ്ജക്റ്റിൽ, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്, ട്രേഡ് നേരത്തെ പറഞ്ഞ ഒരു ട്രേഡ് സബ്ജക്റ്റുള്ള സർട്ടിഫിക്കറ്റ്, അംഗീകൃത സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഫോട്ടോഗ്രാഫർ. 551 ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ്റിൽ ഫോട്ടോഗ്രാഫർ തസ്തിക ഒഴിവുണ്ട്. അതായത് ഒരു വേക്കൻസിയാണുള്ളത്. 35,600 മുതൽ 75,400 വരെ സാലറി ലഭിക്കുന്ന തസ്തികയാണ്. 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് SSLC പാസ്സായിരിക്കുക. അതേപോലെ പ്രൊഫഷ്യൻസി ഇൻ ഫോട്ടോഗ്രാഫി, ഫോട്ടോ ഷൂട്ടിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ല തസ്തികയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അതേപോലെ 582 വുമൺ പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ നേരത്തെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, അതേപോലെ തന്നെ ഇനി വുമൺ പോലീസ് കോൺസ്റ്റബിളാണ്. ധാരാളം വേക്കൻസികളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. വിമൻസ് വിഭാഗത്തിലുള്ളവർക്ക് ധാരാളം വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. 31,100 മുതൽ 66,800 വരെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് പാസ് ഇൻ ഹയർ സെക്കൻഡറി, ജസ്റ്റ് +2 മാത്രം പാസ്സായാൽ മതി. അതോടൊപ്പം തന്നെ ഫിസിക്കലി നിങ്ങൾ ഏബിളായിരിക്കും, കാരണം വിമൻസ് വിഭാഗമാണ്. ജസ്റ്റ് 157 ഹൈറ്റ് മതി. അപ്പോൾ ഈ ഒരു ഫിസിക്കലി 157 ഹൈറ്റുള്ള ജസ്റ്റ് SSLC പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തികയാണ് വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ. അതേപോലെ പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിങ്. അപ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 31,600 മുതൽ 66,800 വരെയാണ്. 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC പ്ലസ് ഫിസിക്കലി ഏബിളായാൽ മതി. അപ്പോൾ ഈ 2 തസ്തികയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉള്ള തസ്തികയാണ്. ഇനി അതേപോലെ അതുകൂടാതെ വീണ്ടും ഫസ്റ്റ് ഗ്രേഡ് ഡ്രാഫ്റ്റ് മാൻ, സെയിം ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. 584. ഇനി അടുത്തത് കെയർ ടേക്കറാണ്, ഫീമെയിൽ. 556 കെയർ ടേക്കർ ഫീമെയിൽ. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് 27,900 മുതൽ 63,700 വരെയാണ് സാലറി വരുന്നത്. അപ്പോൾ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 അല്ലെങ്കിൽ അതിന് തുല്യതയുള്ളത്. ഇനി അതുപോലെ തന്നെ കെയർ ഗിവർ എനി ഓഫ് ദി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഏതെങ്കിലും ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കെയർ ടേക്കറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ആ തരത്തിലുള്ളവർക്കൊക്കെ ഗവൺമെൻറ് സർവീസിലേക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. ഇനി അതേപോലെ കാറ്റഗറി നമ്പർ 587 ടെക്നോളജിസ്റ്റ് എന്നുള്ള തസ്തികയാണ്. അപ്പോൾ എന്താണ് ടെക്നോളജിസ്റ്റ് തസ്തിക നമുക്ക് നോക്കാം. അതായത് 25,800 മുതൽ 50,400 വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണുള്ളത്. 40 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് BFSc ഓർ MSc ഇൻ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് അല്ലെങ്കിൽ മെറൈൻ ബയോളജി ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ MSc ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ടെക്നോളജിസ്റ്റ് തസ്തിക അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു തസ്തിക നോക്കാം, EEG ടെക്നീഷ്യൻ
ഗ്രേഡ് 2. അപ്പോൾ EEG ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തിക 2 വേക്കൻസിയാണുള്ളത്. സാലറി 60,700 വരെയുണ്ട്. 36 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ +2, അതേപോലെ ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, അതേപോലെ മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ്. ഓക്കെ, ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഈ രീതിയിൽ +2ഉം അതേപോലെ തന്നെ ന്യൂറോ ടെക്നോളജിയിൽ ഡിപ്ലോമ എടുത്തുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തിക തന്നെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ ഓപ്പറേറ്റർ ഗ്രേഡ്, ജനറൽ കാറ്റഗറി, ഏകദേശം ഇതൊക്കെ സയൻസ് വിഭാഗത്തിൽപ്പെട്ട മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു അപ്പെക്സ് സൊസൈറ്റിയിൽ വരുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് തസ്തിക നോക്കാം. അതായത് 17,000 മുതൽ 35,500 വരെ 2 വേക്കൻസിയാണുള്ളത്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 591. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SLC പാസ്, അതുപോലെ ITI. അപ്പോൾ ITI പാസ്സായിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓപ്പറേറ്റർ ഗ്രേഡ് 2. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ബോയിലർ ഓപ്പറേഷനാണ്. അപ്പോൾ നേരത്തെയും അസിസ്റ്റൻറ്റ് മാനേജർ പല ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിരുന്നു. അപ്പോൾ നിലവിൽ അസിസ്റ്റൻറ്റ് മാനേജർക്ക് വേണ്ടത് ജസ്റ്റ് PG ആയിരിക്കും. ഓക്കെ, നോക്കാം. ഒരു വേക്കൻസിയാണുള്ളത്. 11,910 മുതൽ 19,350. അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ആയതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ നോക്കേണ്ടത് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഡിഗ്രി മതി. ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ അതല്ലെങ്കിൽ ജസ്റ്റ് ബോയിലർ ഓപ്പറേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ രീതിയിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് 594 കാറ്റഗറി ഇലക്ട്രീഷ്യൻ കം മെക്കാനിക്കാണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രീഷ്യനിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ്. ഒരു വേക്കൻസിയാണുള്ളത്. അതിൻ്റെ ഏജ് ലിമിറ്റ് 36 വയസ്സിലാണ്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC, അതേപോലെ തന്നെ NTC ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ. സ്വാഭാവികമായിട്ട് നമ്മുടെ ITI പോലുള്ള ജസ്റ്റ് ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക്, ഇലക്ട്രീഷ്യൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ 595, നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ക്വാളിഫിക്കേഷനാണ്. ഇനി ലബോറട്ടറി ടെക്നീഷ്യൻ. ഓക്കെ, അപ്പോൾ ലബോറട്ടറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 596 ഈ ഒരു തസ്തികയിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലബോറട്ടറിയൊക്കെ നേരത്തെയും ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളിച്ചിട്ടുള്ളത് ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. 16,580 വരെ സാലറി ലഭിക്കുന്നതാണ് ലബോറട്ടറി ടെക്നീഷ്യൻ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് +2ഉം അതേപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് DMLT, ഡിപ്ലോമ MLT കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടൊരു തസ്തികയാണ് ഈ ലബോറട്ടറി. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ കേഷ്യർ കം അക്കൗണ്ടൻറ്റ്, വളരെ നല്ലൊരു മറ്റൊരു തസ്തികയാണ് കേഷ്യർ കം അക്കൗണ്ടൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേക്കൻസിയാണ് ഉള്ളതെങ്കിലും 11,910 സാലറി ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ കേഷ്യർ കം അക്കൗണ്ടൻറ്റ് ജസ്റ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ്. അപ്പോൾ BCom ക്വാളിഫിക്കേഷനുള്ള 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തിക തന്നെയാണ് കേഷ്യർ കം അക്കൗണ്ടൻറ്റ്. ഇപ്പോൾ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസിനും കൂടാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം ജസ്റ്റ് ഓർമ്മപ്പെടുത്താണ്. ഇനി അതേപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 598. ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏജ് ലിമിറ്റ് 36 ആണ്. ഇപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് SLC പാസ്സാവുക. അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, അപ്പോൾ KGT ഇംഗ്ലീഷ് ലോവർ പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തികയാണ് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താണ്. ഇനി അതേപോലെ അടുത്ത കാറ്റഗറി 716 ശ്രദ്ധിക്കുക, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി. അപ്പോൾ ഈ രീതിയിൽ സൈക്യാട്രി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തസ്തികയാണ് അപ്ലൈ ചെയ്യുക. ഇനി അതേപോലെ പ്രൊഫസർ ഇൻ അനാറ്റമി, അതേപോലെ അതും ഗവൺമെൻറ് ഹോമിയോപ്പതിക്ക് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രൊഫസർ തസ്തികയിലുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ പ്രൊഫസർ ഇൻ സർജറി, അതേപോലെ പ്രൊഫസർ ഇൻ ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, അതേപോലെ ഈ രീതിയിൽ പ്രൊഫസർമാർക്ക് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി കൂടാതെ 720 കാറ്റഗറി ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ലെക്ചറായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള തസ്തിക വന്നിട്ടുണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കാറ്റഗറി നമ്പർ 720 ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആയിരിക്കും, ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഈ രീതിയിലുള്ളവർക്ക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക 720 ആണ്. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ. അപ്പോൾ അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ എന്നുള്ള തസ്തിക അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നോക്കാം. അതായത്
19 വേക്കൻസികൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 55,200 മുതൽ 1,11,300 വരെ സാലറി ലഭിക്കുന്ന 36 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ നോക്കാം. ജസ്റ്റ് ഡിഗ്രി ഇൻ പ്ലാനിംഗ് ഓർ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, അല്ലെങ്കിൽ റീജിയണൽ പ്ലാനിംഗ്, അല്ലെങ്കിൽ സിറ്റി പ്ലാനിംഗ്, അല്ലെങ്കിൽ അർബൻ പ്ലാനിംഗ്, ഈ രീതിയിൽ ഈ സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഫിസിക്കൽ പ്ലാനിംഗ്. അപ്പോൾ ഈ രീതിയിൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള തസ്തികയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 721. ഇനി അതേപോലെ വളരെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള മറ്റൊരു തസ്തികയാണ് 724 ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് തസ്തികയിലുള്ള വളരെ നല്ല തസ്തികയാണ്. 50,200 മുതൽ 1,05,300 വരെ സാലറി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട തസ്തിക ആയതുകൊണ്ട് തന്നെ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ നോക്കാം. ജസ്റ്റ് ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുന്ന കാര്യം, യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്. ജസ്റ്റ് സെക്കൻഡ് ക്ലാസ്സോടുകൂടി മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് അക്കൗണ്ട് ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള തസ്തികയാണ് ഡിവിഷണൽ അക്കൗണ്ട് തസ്തിക. കാറ്റഗറി നമ്പർ പ്രത്യേകം ഓർത്ത് വെക്കുക, കാറ്റഗറി നമ്പർ 724. ഇനി അതായത് മറ്റൊരു തസ്തികയാണ് ലീഗൽ അസിസ്റ്റൻറ്റ്. 726 തസ്തിക വരുന്നത്. അപ്പോൾ ലീഗൽ അസിസ്റ്റൻറ്റ് തസ്തികയിലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രധാനപ്പെട്ട വേക്കൻസികൾ നോക്കാം. അതായത് കാറ്റഗറി നമ്പർ 726 ലീഗൽ അസിസ്റ്റൻറ്റ്. സാലറി നോക്കുക, 41,300 മുതൽ 80,000 വരെ സാലറി ലഭിക്കുന്ന ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് 37 ആണ്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഡിഗ്രി ഇൻ ലോ, അതായത് LLB ആണ്. ഈ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA LLB കഴിഞ്ഞാൽ അതേപോലെ തന്നെ എൻറോൾമെൻറ്റ് ആസ് അഡ്വക്കേറ്റ്. അപ്പോൾ അഡ്വക്കേറ്റായിട്ട് എൻറോൾമെൻറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തികയാണ് ലീഗൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി അതിൽ മറ്റൊരു തസ്തികയാണ് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ആ തസ്തികയിലോട്ട് വീണ്ടും മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക. ഇനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡാണ്. അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയാണ്. അതിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത് 66,800 വരെ സാലറി ഉണ്ട്. ഏജ് ലിമിറ്റ് 36 വരെയാണ്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2, അതേപോലെ തന്നെ പാസ് ഇൻ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായ തസ്തികയാണ് ജൂനിയർ ഹെൽത്ത്. ഇനി അതേപോലെ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയാണ്. അപ്പോൾ ഇതും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. സാലറി 63,700 വരെയുണ്ട്. വേക്കൻസികൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത. 36 വയസ്സ് വരെയുള്ളവർക്ക് +2, അതേപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ കോഴ്സ്, അതായത് MRT ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ രീതിയിൽ MRTയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. MLTയും MRTയും അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായ തസ്തികകളാണ്. അപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറാണ്, അതായത് വാർഡർ ഡ്രൈവർ തസ്തികയാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. സാലറി അതായത് 60,700 വരെ 13 വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 39 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC, അതേപോലെ തന്നെ ഡ്രൈവിംഗ്, അതേപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 165 ഹൈറ്റും 81 സെൻറ്റിമീറ്റർ ഈ രീതിയിലുള്ള ചെസ്റ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SSLC ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള തസ്തികയാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ. ഇനി സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആണ്, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ. 26,500 മുതൽ 60,700 വരെ സാലറി ലഭിക്കുന്ന 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് SSLC, അതേപോലെ തന്നെ മസ്റ്റ് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ 2 ഇയർ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കണം. ഇനി അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ്മാൻ, ഈ രീതിയിൽ 18 മാസത്തെ കോഴ്സ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ലൊരു തസ്തികയാണ് ഈ പറയുന്ന സെക്കൻഡ് ഗ്രേഡ് ഓഫീസർ. ഇനി മറ്റു 2 തസ്തികകൾ കൂടി ലാസ്റ്റ് നോക്കാം. അതായത് വെൽഡർ തസ്തികയാണ്. 735 തസ്തിക നമ്പർ, കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ വെൽഡർ തസ്തികയിൽ 25,100 മുതൽ 55,900 വരെയാണ് ഒരു വേക്കൻസിയാണുള്ളത്. അപ്പോൾ 735 കാറ്റഗറി നമ്പർ വരുന്നത്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് NTC ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ്. വെൽഡിങ്ങിലുള്ള ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. ഇനി സ്റ്റേറ്റ് വൈഡ് അവസാനത്തെ തസ്തികയാണ് ട്രേസർ തസ്തിക. 736 കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പർ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. 9,190 മുതൽ 15,780 വരെ സാലറി ലഭിക്കും. അപ്പോൾ ഏജ് ലിമിറ്റ് 36. അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കാം. ജസ്റ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ്. അപ്പോൾ 2 വർഷത്തെ 2 ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഈ പറയുന്ന ട്രേസർ തസ്തികയോട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും തസ്തികകളാണ് ഇപ്പോൾ നിലവിൽ ജനുവരി 29 വരെ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അപ്ലൈ
ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക. അപ്പോൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ തസ്തികയും അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് വൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടെ, കാരണം നിങ്ങൾ കൊടുക്കുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക. അതേപോലെ നിങ്ങൾ പുറത്തുനിന്ന് അക്ഷയ പോലെ കേന്ദ്രത്തിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കുക. അല്ലാതെ മറ്റുള്ളവരോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുവാനും അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ള പരിശീലനം ഇപ്പോൾ തന്നെ നിങ്ങൾ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്റ്റേറ്റ് വൈഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീഡിയോയിൽ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട സംവരണ മേഖലയിലുള്ള തസ്തികയിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.